ഹലോ ഫാമിലി. അപ്പം മിഹക്കുട്ടിക്ക് ഇന്ന് ഒരു എക്സാം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ആ എക്സാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഹക്കുട്ടിക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം രാവിലെ പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് വിളിക്കാൻ വരണമെന്ന്, ബസ്സിൽ വരത്തില്ല എന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഈ ഉച്ച സമയത്ത് ഇതാ വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഭയങ്കര വെയിലാണ്, അതുപോലെ തന്നെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ബ്ലോക്കെല്ലാം താണ്ടി നേരെ മേക്കുട്ടരെ സ്കൂളിൻ്റെ ആ ഒരു സൈഡെത്തി കേട്ടോ, ആ റോഡെത്തി. അപ്പോഴത്തേക്കും അവിടെ ഇതുപോലെ ബ്ലോക്കാണ് കേട്ടോ. അതായത് ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. അങ്ങനെ അകത്തോട്ട് കയറാൻ കൂടി സ്ഥലമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി വെക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് ആ ഒരു സൈഡിൽ നിൽക്കുവാണ്. അപ്പോൾ ഞാനും ചിത്തുക്കുട്ടനാണ് കേട്ടോ മിഹക്കുട്ടിയെ വിളിക്കാനായിട്ട് അകത്തോട്ട് പോകുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമല്ലേ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഉച്ചയ്ക്ക് ശേഷം എക്സാമും ഉണ്ട് കേട്ടോ. അപ്പം അതാ മിഹക്കുട്ടി എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ചിത്തുക്കുട്ടനെ കണ്ടാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും മിഹക്കുട്ടിയും ചിത്തക്കുട്ടനും കൂടെ എല്ലാവർക്കും ബൈയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് നമ്മുടെ ചേട്ടൻ്റെ കടയിൽ കുറച്ച് സാധനം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോകുന്ന വഴിക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് KS അക്യൂറത്തിലോട്ടാണ് കേട്ടോ. ചിത്തിക്കുട്ടനും മിഹക്കുട്ടിക്ക് എപ്പോഴും ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. അതായത് ഒത്തിരി മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണാനും. നല്ല തണുപ്പുമാണ് കേട്ടോ അതിനകത്ത് കയറുമ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ അകത്ത് കയറുന്ന എവിടെയാണ് സാധനം, ഇപ്പോൾ ഇതൊരു വലിയൊരു പെട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ടു വീലറിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചിങ്ങ് വന്നു കേട്ടോ. ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ച് ചേട്ടൻ്റെ കടയിലോട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ നമ്മൾ മണക്കാട് എത്തിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ദിലീപേട്ടൻ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ ബൈ.